പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവീൻ. 3-ാം വാക്യം. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ നമുക്ക് വീണ്ടും കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. തിരുവചനത്തിൽ ധാരാളം സർപ്പങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങുന്ന സർപ്പം വെളിപ്പാട് പുസ്തകം വരെ ഇഴഞ്ഞു നടക്കുന്ന അനേക സർപ്പരൂപങ്ങളെയും സർപ്പങ്ങളുടെ അനേക പര്യായങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പ്രവാചകനിൽ കൂടെ നമ്മെ 3 രീതിയിലുള്ള സർപ്പങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കറിയാം, തിരുവചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ 5 വിധമായിട്ടുള്ള പ്രധാന ശാസ്ത്രങ്ങളുണ്ട്. ദൈവശാസ്ത്രം, ദൂതശാസ്ത്രം, ഭൂമിശാസ്ത്രം, മനുഷ്യശാസ്ത്രം, സർപ്പശാസ്ത്രം. തിരുവചനത്തിലെ സർപ്പങ്ങൾ ഈ ലോകത്തിലുള്ളതായ സർപ്പങ്ങളെക്കാൾ വളരെ വിഭിന്നരാണ്. അതിന് അടിസ്ഥാനപരമായി ചില സ്വഭാവങ്ങൾ, ഉദ്ദേശങ്ങൾ, അതിന് ചില ഡയറക്ഷൻസ് ഉണ്ട്. ഇവിടെ ഇതാ ഒരേ പേരിൽ 2 സർപ്പങ്ങളെയും അതിൻ്റെ ഒരു പ്രധാന നേതാവിനെയും ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 1-ാമത്തെ സർപ്പത്തിൻ്റെ പേര് വിദ്രുത സർപ്പം. എന്താണ് ഈ വിദ്രുത സർപ്പം? പിയേഴ്സിങ് എന്ന് പറഞ്ഞാൽ ചെറിയ വിടവിൽ കൂടെ പോലും കുത്തിത്തുളച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിവുള്ളതായ വിദ്രുത സർപ്പം. 2-ാമത്തെ സർപ്പം, അതിൻ്റെ പേരാണ്, അതിനെ വിളിക്കുന്നത് വക്രസർപ്പം. വക്രതയുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോഷ്ക്ക് സംസാരിക്കുന്നത്, വക്രതയോടുകൂടി ഇടപെടുന്നത്, വക്രതാപരമായ ചിന്താഗതിയുള്ളത്. ഇവരുടെ 2 പേരുടെയും പേര് ഒന്നാണ്, എന്നാൽ പ്രവൃത്തി 2 2ആണ്. ഒരാൾ ചെറിയ ദ്വാരത്തിൽ കൂടെ അതിൻ്റെ ശരീരത്തെ ചെറുതാക്കിക്കൊണ്ട് അതിശയകരമായ രീതിയിൽ നാം ചിന്തിച്ചാൽ ഇതെങ്ങനെ പ്രവേശിച്ചു എന്ന് നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഏത് ഇടങ്ങളിലും, ഏത് ജീവിതങ്ങളിലും, ഏത് കുടുംബങ്ങളിലും, ഏത് വ്യക്തികളിലും, ഏത് സമൂഹത്തിലും, ഉപദേശത്തിലും, വിശ്വാസത്തിലും ആഴ്ന്നിറങ്ങുന്നതായ വിദ്രുത സർപ്പം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എപ്പോഴും വക്രത പറയുന്നതായ സർപ്പം. ഈ സർപ്പങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു പഠനമാണ് ദൈവത്തിങ്കൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കൂടുതൽ ധൈര്യം തരുന്നത്. കർത്താവ് പറയുകയാണ്, നിനക്ക് നല്ലൊരു മുന്തിരിത്തോട്ടമുണ്ട്, മനോഹരമായ മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടം ദൈവം നിനക്ക് തന്നതാണ്. ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവാൻ മനോഹരമായി നിൻ്റെ കയ്യിൽ ഒരു സംഗീതമുണ്ട്, ഒരു പാട്ടുണ്ട്, ഒരു രാഗമുണ്ട്, ഒരു ഈണമുണ്ട്, ഒരു താളമുണ്ട്. പക്ഷെങ്കിൽ ആ പാട്ട് ചില കാരണങ്ങളാൽ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ആ പാട്ട് പാടുവാൻ കഴിയുന്നില്ല. അങ്ങനെ നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ, കർത്താവേ, എനിക്ക് ഈ പാട്ട് പാടുവാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ പ്രത്യാശയെക്കുറിച്ച് ദൈവം എനിക്ക് ചെയ്തു തന്നതായ മരുഭൂമിയിൽ തളിർത്ത മുന്തിരിത്തോട്ടം, ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടം, മനോഹരമായൊരു മുന്തിരിത്തോട്ടം, ആർക്കും അസൂയ ജനിപ്പിക്കുന്നതായി മുന്തിരിത്തോട്ടം ദൈവം എനിക്ക് തന്നെങ്കിലും അതിനെക്കുറിച്ചൊരു നല്ല പാട്ട് പാടുവാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ, ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നീ നല്ലൊരു പാട്ട് പാടുവാൻ ദൈവം ഒരു ദിവസം നിശ്ചയിക്കുന്നു. ഏതാണ് ആ ദിവസം? ആ ദിവസം നമ്മെ കാണിക്കുന്നതിന് മുൻപ് ദൈവം ചെയ്യുന്നതായ പ്രവൃത്തിയാണ് നിൻ്റെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുന്നതായ വിദ്രുത സർപ്പത്തെയും നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിന്നോട് ഹോഷ്ക്ക് സംസാരിക്കുന്നതായ ആ ലിവ്യാഥാൻ സർപ്പത്തെയും കുറിച്ചുള്ളതായ ഒരു ദർശനം. അതിനുശേഷം അവർ സാധാരണ സർപ്പങ്ങളല്ല, അല്ലെങ്കിൽ യാദൃശ്ചികമായി കണ്ട സർപ്പങ്ങളല്ല, സർപ്പക്കുഞ്ഞുങ്ങളല്ല, പാമ്പ് കുഞ്ഞുങ്ങളല്ല.
അതിനെ നിയന്ത്രിക്കുന്നതായ ഒരു മഹാനുണ്ട്. അത് സമുദ്രത്തിൽ ആഴത്തിൽ വസിക്കുന്നതായ സമുദ്രത്തിലെ മഹാസർപ്പത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ സർപ്പങ്ങളാണ് ഈ ലിവ്യാഥാൻ എന്ന് നീ തിരിച്ചറിയുമ്പോൾ ദൈവം കടുപ്പവും വലിപ്പവും മൂർച്ചയുമേറിയതായ വാൾ കൊണ്ട് അതിനെ നിൻ്റെ ജീവിതത്തിൽ എന്നും നിനക്ക് കാണത്തക്ക രീതിയിൽ അതിനെ കൊന്നൊടുക്കുന്നു. അതിനെ കൊന്നതിന് ശേഷം ദൈവം അങ്ങനെ ചെയ്തതിന് ശേഷം അതിനെ അകറ്റിയതിന് ശേഷം നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കിയതിന് ശേഷം ദൈവം നമ്മോട് പറയുകയാണ്, അന്ന് നിങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്, സാധാരണ മുന്തിരിത്തോട്ടമല്ല, മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒരു പാട്ട് പാടുവീൻ. ദൈവത്തിന് സ്തോത്രം. അതുവരെയും ഈ പാട്ട് പാടുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നാം പാട്ട് പാടുമ്പോൾ, നാം സാക്ഷ്യം പറയുമ്പോൾ, ദൈവം നന്നതായ മുന്തിരിത്തോട്ടത്തിൻ്റെ പുകഴ്ചകളെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ലോകരോടൊക്കെ പറയുമ്പോഴൊക്കെയും നാം അറിയാതെ മുന്തിരിത്തോട്ടത്തിൽ ഇഴഞ്ഞിറങ്ങി വരാറുള്ളതായ വിദ്രുത സർപ്പത്തിൻ്റെ പ്രവൃത്തികളെ നാം കണ്ട് ഭയപ്പെടുന്നു. ആ വക്രസർപ്പത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് നാം അന്താളിച്ച് നിൽക്കുകയാണ്. എങ്ങനെ നമ്മൾ പാട്ട് പാടും? ആ പാട്ട് പാടാൻ കഴിയാത്ത രീതിയിൽ സമുദ്രത്തിലെ മഹാസർപ്പം നമുക്ക് ഭയം കൊണ്ടുവരുന്നു. ദൈവം ഇതിൽ നിന്നുള്ളതായ ഒരു വിടുതൽ നമുക്ക് തരുമ്പോൾ നാം ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായി പാട്ട് പാടുവാൻ ശക്തിയുള്ളവരായി തീരുന്നു. അങ്ങനെ നമ്മൾ പാട്ട് പാടുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തെ ക്ഷണനേരം കൊണ്ട് എല്ലാ മിനിറ്റുകളിലും അല്ലെങ്കിൽ നിമിഷങ്ങളിലൊക്കെയും അതിനെ നനയ്ക്കുവാൻ സർവശക്തൻ അതിന്മേൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു. കാരണം ആരും നിന്നെ തൊടാതിരിക്കത്തക്കവണ്ണം നിൻ്റെ സന്തതികളെ, നിൻ്റെ തലമുറകളെ, നിൻ്റെ ജീവിതങ്ങളെ, നിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ, നീയും കർത്താവുമായി ചെയ്തിരിക്കുന്ന ചില നിയമസൂത്രങ്ങളെ തൊടാതിരിക്കേണ്ടതിന് ദൈവം അതിന് കാവൽ നിശ്ചയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മളിൽ ചെയ്യുന്നിടം വരെയും നമുക്ക് പാട്ട് പാടുവാൻ കഴിയുന്നില്ല. പല പ്രാവശ്യം നമുക്ക് ആഗ്രഹമുണ്ട്, ഇതിനെക്കുറിച്ചൊരു പാട്ട് പാടണം, ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയണം, ഇതിനെക്കുറിച്ച് ദൈവത്തോടും മനുഷ്യരോടും ഒന്ന് പുകഴ്ത്തണം. പക്ഷെങ്കിൽ കഴിയുന്നില്ല. എന്താണെന്നറിയാമോ? അനേക വക്രസർപ്പങ്ങൾ നമ്മുടെ ഇടയിൽ ചുറ്റിച്ചുഴന്ന് നടക്കുകയാണ്. വിദ്രുത സർപ്പങ്ങൾ ആഴ്ന്നിറങ്ങുന്നതായ ബലഹീനതകളുടെ വശങ്ങളെ കണ്ടുകൊണ്ട് ആ സുഷിരത്തിൽ കൂടെ നമ്മെ കൂടെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ബലഹീനതകളെ എടുത്തു കാണിച്ചും കൊണ്ട്, അല്ലെങ്കിൽ അതിലെ സുഷിരങ്ങളെയും അതിലെ പിഴവുകളെയും വിടവുകളെയും എടുത്തു കാണിച്ചും കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന, ലജ്ജിപ്പിക്കുന്ന അനേക സർപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആവശ്യപ്പെടുന്നത് നമുക്ക് ആ സർപ്പങ്ങളെക്കുറിച്ചൊരു വെളിപ്പാട് ആവശ്യമാണ്. ആ സർപ്പങ്ങളെ നമ്മൾ കാണണം. എന്തുകൊണ്ട് നമുക്ക് പാട്ടുപാടുവാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതിന് ദൈവം ആ സർപ്പങ്ങളെ പലപ്പോഴും നമ്മുടെ മുൻപിൽ അനുവദിച്ചു വിടുകയാണ്. കാരണം നാം തന്നെ അതിനെ നിരാകരിക്കുവാൻ, അതിനെ അകറ്റുവാൻ, തോട്ടത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുവാൻ, അതിനെ കൊന്നുകളയുവാൻ, അല്ലെങ്കിൽ അതിനോടുള്ളതായ സഖിത്വം ഇല്ലാതാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം മുതിരുമ്പോഴാണ് ദൈവം അതിന്മേൽ യുദ്ധം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ദൈവം യുദ്ധം ചെയ്യുന്നത്? കടുപ്പമുള്ള, മൂർച്ചയുള്ള, വലിപ്പവും ബലവുമുള്ളതായ വാളുകൊണ്ട് ദൈവം താൻ അതിനോട് യുദ്ധം ചെയ്യുന്നു. ദൈവം പ്രവർത്തിച്ചെങ്കിലേ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവൃത്തികൾ, ചില പ്രവർത്തനങ്ങൾ ചില മണ്ഡലങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ സർവശക്തൻ നേരിട്ടിടപെട്ടെങ്കിലേ കഴിയുള്ളൂ. വക്രകരമായിട്ടുള്ള അനേക സംസാരങ്ങൾ, പ്രവൃത്തികൾ, വക്രതയുടെ രീതികൾ, വക്രതയുടെ സ്വഭാവങ്ങൾ, വക്രതയുടെ ഭവിഷ്യത്തുകൾ, വക്രതയുടെ അനേക വഴികൾ, ഇതൊക്കെയും നമ്മളിൽ നിന്ന് നാമായിട്ട് എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല. നാം മാറ്റിയാലും നാം അറിയാതെ വീണ്ടും വക്രസർപ്പങ്ങൾ നമ്മോടൊപ്പം സഞ്ചരിക്കും. വക്രത കാട്ടുന്നതായ ഭാഷകൾ, വാക്കുകൾ, സ്വഭാവങ്ങൾ, ജീവിത രീതികൾ, അനേക കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതചര്യങ്ങളിൽ ആഴ്ന്നല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ, മുറുകെ പറ്റുന്നതായ അനേക വക്രതകൾ നമ്മോട് വീണ്ടും പോരാട്ടം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പോരായ്മകളിൽ കൂടെ, സുഷിരങ്ങളിൽ കൂടെ, വിടവുകളിൽ കൂടെ അത് കണ്ടെത്തി അവിടേക്ക് ആഴ്ന്നിറങ്ങി കുടുംബജീവിതങ്ങളെ ശിഥിലമാക്കുന്നതായ, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതായ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസത്തെ ശിഥിലമാക്കുന്നതായ, ദൈവപ്രമാണത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത, ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാൻ കഴിയാത്തതായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായ
അനേക വിദ്രുത സർപ്പം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും താളടിച്ച് കിടപ്പുണ്ട്. ദൈവം അതിനൊരു നീക്കം വരുത്തുവാൻ നമുക്കതിനെക്കുറിച്ചൊരു വെളിപ്പാട് വേണം, ഒരു ദർശനം വേണം. ഈ സർപ്പമാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഭർത്താവായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഭാര്യയായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ കൂട്ടു സഹോദരങ്ങളായി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളായിട്ട് ചെയ്യുന്നതല്ല. ഇങ്ങനെ ഒരു സർപ്പം എൻ്റെ ജീവിതത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വിദ്രുത സർപ്പം എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ പോരാട്ടം നടത്തുന്നുണ്ട് എന്നുള്ളതായ ഒരു വെളിപ്പാടും ദർശനവും നമുക്ക് ലഭിക്കുമ്പോൾ അതിന്മേൽ ആ വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ നമുക്ക് കൃപ തരുന്നു. ദൈവം അതിന്മേൽ പോരാട്ടം ആരംഭിക്കുന്നു. അതിനുശേഷം നാം ഉപയോഗിക്കുന്ന വക്രതകൾ പലതും നമ്മുടെ സ്വയമേ വരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലൊക്കെയും വക്രതകൾ വരുമ്പോൾ അത് നമ്മൾ സ്വതവേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതല്ല. നമുക്കത് ഉപദേശിച്ചു തരുന്ന ഒരു ലിവ്യാഥാൻ നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജോലികളിലുണ്ട്, സമ്പാദ്യത്തിലുണ്ട്, നിക്ഷേപങ്ങളിലുണ്ട്, ആരാധനകളിലുമുണ്ട്, ഉപദേശങ്ങളിലുമുണ്ട്, ദൈവഭയങ്ങളിലുമുണ്ട്. ദൈവത്തോടുകൂടെ വസിക്കുന്ന ജീവിതത്തിലും ഈ കക്ഷികൾ അവിടെ കടന്നു വരും. ഏദൻ തോട്ടത്തിൽ കടന്നു വന്നത്, ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ തോട്ടത്തിൽ കടന്നു വന്ന വിദ്രുത സർപ്പങ്ങൾ അല്ലെങ്കിൽ ഈ ലിവ്യാഥാൻ ജീവിത അവസാനം വരെയും മനുഷ്യനോട് പോരാടിക്കൊണ്ടിരിക്കും. ഇതിന് മഹാസർപ്പം, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലിരിക്കുന്നതായ മനുഷ്യ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതായ ഒരു മഹാസർപ്പം അതിൻ്റെ എല്ലാം തലപ്പത്ത് നിന്നുകൊണ്ട് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇവകളെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ കയ്യിൽ മാത്രം കടുപ്പവും വലിപ്പവും മൂർച്ചയുമേറിയതായ വാളുകൊണ്ട് ദൈവം താൻ അതിനോട് പോരാടിക്കൊണ്ട് നമ്മുടെ തോട്ടത്തെ, മുന്തിരിത്തോട്ടത്തെ സ്വതന്ത്രമാക്കുന്നു. അതിനുശേഷം ദൈവം നമ്മോട് പറയുന്നു, ഞാൻ അതിനെ നിന്നിൽ നിന്ന് മാറ്റിത്തരുമ്പോൾ അന്ന് നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചൊരു പാട്ട് പാടുകയും, കാരണം അത് ജയത്തിൻ്റെ ഗീതം, അത് നമ്മൾ കരസ്ഥമാക്കി, നമ്മൾ അതിനെ അവകാശമാക്കി എന്ന് ലോകത്തോട് നാം പ്രഘോഷിക്കുകയാണ്. ഒരു രാജ്യം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഒരു രാജ്യക്കാർ അല്പസ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം ആക്രമിച്ച് അവർ കീഴടക്കിയെന്നിരിക്കട്ടെ, ആദ്യമായി ചെയ്യുന്നത് അവിടെ ഒരു കൊടി നാട്ടും, ജയത്തിൻ്റെ കൊടി. മനുഷ്യൻ ചന്ദ്രനിൽ പോയപ്പോഴും അവിടെ ഒരു ജയത്തിൻ്റെ കൊടി നാട്ടി. അതിൻ്റെ കാരണം, അതിൻ്റെ അർത്ഥം ഞങ്ങളിതിനെ കീഴടക്കിയിരിക്കുന്നു. അതൊരു സംഗീതത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം തരുന്നതായ വിടുതലുകളിന്മേൽ നമുക്കൊരു സംഗീതമുണ്ടാകണം. ആ സംഗീതം നാം നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ, നാം പാടുമ്പോൾ, ആലപിക്കുമ്പോൾ ശത്രു അവിടെ ലജ്ജിതനായിത്തീരും. അങ്ങനെ ശത്രു ലജ്ജിക്കുന്ന ഭാഗത്ത് വെച്ച് ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ അപ്പോൾ അതിനെ ക്ഷണനേരം കൊണ്ട് എല്ലാ ക്ഷണങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അതിന് വേണ്ടതായ കൃപ കൊടുത്ത് അതിനെ നനച്ചുകൊണ്ടിരിക്കും, അതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. ഇനിയും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ദൃഷ്ടി അതിന്മേൽ വെച്ച് അതിനെ പരിപാലിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമ്മെ മനസ്സിലാക്കുന്ന വിധങ്ങൾക്കായി, ദൈവത്തിൻ്റെ വഴികൾക്കായി ഇത്രയും കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും വക്രതകളെക്കുറിച്ചും നമുക്കൊരു ജ്ഞാനവും വിവേകവും ഒരു വെളിപ്പാടും ഒരു ദൃഷ്ട്യ നമ്മുടെ ജീവിതത്തിൽ ഒരു ബോധവും ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് വിടുതൽ തരും. ജീവിതത്തിൽ പോരാടുന്നതായ അന്ധകാര ശക്തികളിൽ നിന്നൊരു വിടുതൽ സർവശക്തൻ കൊണ്ടുവരും. അന്ന് നിങ്ങൾ ജയത്തിൻ്റെ ഗീതം, മനോഹരമായ മുന്തിരിത്തോട്ടം, ദൈവം നിനക്ക് തന്ന മുന്തിരിത്തോട്ടം മനോഹരമാണ്, നിൻ്റെ കുടുംബം മനോഹരമാണ്, വിശ്വാസം മനോഹരമാണ്, കുഞ്ഞുങ്ങൾ മനോഹരമാണ്. ആ മുന്തിരിത്തൈകളുടെ ഒക്കെയും ആ കാര്യത്തെക്കുറിച്ചൊക്കെ നിനക്ക് ലോകത്തോട് ഒരു പാട്ട് പാടുവാനുണ്ട്, ഒരു മനോഹരമായ സംഗീതം. ആ സംഗീതം ജയത്തിൻ്റെ ഗീതമാണ്. ആ ജയത്തിൻ്റെ ഗീതം പാടുവാൻ ദൈവത്താൽ പരിപാലിപ്പിക്കപ്പെടുന്ന മുന്തിരിത്തോട്ടം പോലെ നമ്മുടെ ജീവിതവും കുടുംബവും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആരാധനയും ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.